മക്കളെ നമസ്കാരം. മിക്ക കുട്ടികളും രക്ഷിതാക്കളും എന്നോട് ചോദിക്കുന്ന ഈ അടുത്ത ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്ന സംഭവമാണ്, സാറേ ഇവന് ക്രാഷ് വേണോ, എൻട്രൻസ് ക്രാഷ് വേണോ, ഇവന് എൻട്രൻസ് ക്രാഷ് വേണ്ടേ, അല്ലെങ്കിൽ കുട്ടി തന്നെ സ്വയം ഇത് ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൺഫ്യൂഷൻസും ഉണ്ട്. അവർക്കായിട്ടാണ് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഒരു +2 വിദ്യാർത്ഥിയോ രക്ഷിതാവോ ആണ് സയൻസ് സ്ട്രീം എങ്കിൽ, അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ, ദയവേത് ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം വേണ്ടത് നമുക്ക് സെൽഫ് അസസ്മെൻ്റ് ആണ്. സെൽഫ് അസസ്മെൻറ്റ് ആദ്യം നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, IIT ഫസ്റ്റ് റാങ്ക് അവിടെയാണ്, സെക്കൻഡ് റാങ്ക് ഇവിടെയാണ്, തേർഡ് റാങ്ക് ഇവിടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയിട്ട് അത്ര വർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടോ, റിസോഴ്സിൻ്റെ കുറവ് കൊണ്ടാണോ നമ്മൾ ഇങ്ങനെയുള്ളത് എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കണം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനു മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ടത് സെൽഫ് അസസ്മെൻറ്റിൽ ഈ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ നമ്മൾ വരുന്നതാണ്. 0 to 3 ആണെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് അറിയില്ല, തിയറി, ഫോർമുല, കോൺസെപ്റ്റ്, അതായത് ബോർഡ് എക്സാം ലെവലിൽ പോലും നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസും ഇല്ലെങ്കിൽ നിങ്ങൾ വരുന്നതാണ് ഈ റെഡ് സ്ട്രീം. ഈ റെഡ് സ്ട്രീമിലുള്ളവർ മസ്റ്റായിട്ടും ക്രാഷ് അറ്റൻഡ് ചെയ്യണം. മസ്റ്റാണ്, ഇറ്റ് ഈസ് എ മസ്റ്റ് പ്രോസസ്സാണ്. സാറേ എനിക്ക് തിയറിയും കോൺഫിഡൻസ് ഇല്ല, ബോർഡ് എക്സാം കോൺസെപ്റ്റും ഫോർമുലേഴ്സും ഓർമ്മയില്ല, എനിക്ക് കോൺഫിഡൻസും ഇല്ല, എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇനി എന്താവണം, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഞാൻ ആകെ പ്രാന്തായിരുന്നു. അവർക്ക് മസ്റ്റായിട്ടും എന്ത് വേണം, ക്രാഷ് വേണം. രണ്ടാമത്തെയാണ് കോൺസെപ്റ്റ് അറിയാം സാർ, ബോർഡ് എക്സാം ഞാനൊരു 90% ഒക്കെ സ്കോർ ചെയ്യും, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. സാറേ ബോർഡ് എക്സാം കോൺസെപ്റ്റ് എനിക്ക് അടിപൊളിയാണ്, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവുണ്ട് സാർ, പ്രത്യേകിച്ച് എൻട്രൻസ്, MCQ, പെട്ടെന്ന് സ്പീഡ്, അക്യുറസി, ആ ഒരു കോൺഫിഡൻസ്. ഞാൻ എൻട്രൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് സാർ, അത്യാവശ്യം എല്ലാ സൺഡേ ക്ലാസ്സും ഞാൻ വന്നിട്ടുണ്ട്, 2 വർഷം നന്നായിട്ട് ഞാൻ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ അവരും എന്ത് അറ്റൻഡ് ചെയ്യണം, ക്രാഷ് അറ്റൻഡ് ചെയ്യണം. ഇനി കോൺസെപ്റ്റും സ്ട്രോങ് ആണ് സാർ, കോൺഫിഡൻസ്, ഐ ആം ടോട്ടലി കോൺഫിഡൻറ്റ്. ഇപ്പം നമ്മുടെ 2 വർഷത്തെ സൺഡേ ബാച്ച്, ഈ 2 വർഷത്തെ സൺഡേ ബാച്ചിൽ കംപ്ലീറ്റ് ആളുകൾ, അതായത് നന്നായിട്ട് പഠിച്ച് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സാർ, ഐ ആം ടോട്ടലി കോൺഫിഡൻറ്റ്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ക്രാഷ് അല്ല അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നോക്ക്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബോർഡ് എക്സാമും സ്ട്രോങ് ആയിരുന്നു, നിങ്ങളുടെ ബോർഡ് എക്സാം പാർട്ടും സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ എൻട്രൻസ് ടോപ്പിക്സ് ഈ 2 വർഷത്തെയും പ്രത്യേകം ശ്രദ്ധിക്കണം, +1 +2 2 വർഷത്തെയും ടോപ്പിക്സും കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ക്രാഷ് അല്ല, നിങ്ങൾക്ക് വേണ്ടത് മോക്ക് ടെസ്റ്റാണ്. മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ഈ കാറ്റഗറിയിലുള്ളവർ. ഇവർക്ക് ഒരിക്കലും എന്ത് പാടില്ല, ക്രാഷ് കോഴ്സ് പാടില്ല. കാരണം ക്രാഷ് കോഴ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി നിങ്ങളുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണ്ട, ക്രാഷ് വേണ്ട. രണ്ടാമത്തെ ചോദ്യം, ഞാൻ എന്തിന് KBS തന്നെ ക്രാഷ് പഠിക്കണം? ഇപ്പോൾ പലരും ഉണ്ട്, ഇപ്പോൾ 2 ബോയ്സ് ആണെന്ന് വിചാരിക്കും നമ്മുടെ കൂട്ടത്തിൽ, ഇപ്പോൾ അവർക്ക് തോന്നുന്നത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, ആരെങ്കിലും ഉണ്ടാവില്ല, നമുക്കിപ്പോൾ ഇവിടെ 2 കൊല്ലം പഠിച്ചതല്ലേ ക്രാഷ്. നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ സാറ് പറഞ്ഞുതരാം. ലോയൽറ്റി ബെനിഫിറ്റ്, കാരണം പുറത്തുനിന്നുള്ള കുട്ടികളെക്കാളും നമ്മുടെ കുട്ടികൾക്ക് ലോയൽറ്റി ബെനിഫിറ്റ് ഉണ്ട്. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് 2000 3000 4000 ലാഭിക്കാൻ പറ്റുമെങ്കിൽ ആ ലോയൽറ്റി ബെനിഫിറ്റ് നിങ്ങൾക്ക് വെറുതെ തരുന്നതല്ല, നിങ്ങൾ 2 വർഷം KBSലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് മാത്രം തരുന്നതാണ്. അത് നിങ്ങൾക്ക് മിസ്സാവും ഇവിടെ ക്രാഷ് ചെയ്തില്ലെങ്കിൽ. പിന്നെ ഇതൊരു ഷോർട്ട് ടേം കോഴ്സാണ്. ഷോർട്ട് ടേം കോഴ്സ് എന്ന് വെച്ചാൽ 40 ദിവസത്തിൽ താഴെയാണ്. ഏത് ലോകത്ത് ഏത് നിങ്ങൾ വലിയ കൊടികെട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും 40 ദിവസത്തിൽ താഴെ മാത്രമുള്ള ഈ കോഴ്സിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ KBS അക്കാഡമിയിൽ നിങ്ങൾ യൂസ് ടു എൻവറോൺമെൻ്റ് ആണ്. യൂസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ എന്താ പറയുക വാട്ടർ പോയിൻറ്റും, ഇവിടുത്തെ ബെഞ്ചും, ഇവിടുത്തെ ഡെസ്കും, ഇവിടുത്തെ ബോർഡും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നമ്മുടെ ഹാബിറ്ററ്റ് നിങ്ങൾ യൂസ് ടു ആണ്. നിങ്ങളൊരു പുതിയ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ തന്നെ ഇറ്റ് വിൽ ടേക്ക് 21 days. അല്ലെങ്കിൽ നിങ്ങളെ അവർ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ വീട്ടുകാർക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവാൻ, അങ്ങനെ സോ മെനി ഫാക്ടേഴ്സ് ആർ ദർ. ലെസ് ദാൻ 40 days കോഴ്സിൽ നമ്മൾ മാറി പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അട്ടർ ബ്ലണ്ടറാണ്. പിന്നെ ചിലവർ പറയാണ് നമ്മുടെ അവിടെ ക്രാഷ് കോഴ്സിന് ഞാൻ 3 ബുക്കേ കൊടുക്കുന്നുള്ളൂ, 1 ഫിസിക്സ്, 1 കെമിസ്ട്രി, 1 മാത്സ്, ബയോളജി ഉള്ളവർക്ക് ബയോളജി, 3 ബുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അതിലുള്ളത് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഈ 30-40 ദിവസം കൊണ്ട് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്. ചിലവർ പറഞ്ഞു സാർ അവിടെ എനിക്ക് 8 മെറ്റീരിയൽ കിട്ടി, 12 മെറ്റീരിയൽ കിട്ടി. എടാ ബുദ്ധിയുണ്ടോ? 40 ദിവസത്തിൽ താഴെയുള്ള കോഴ്സിൽ നീ ഒരു പുസ്തകം പോലും ഫിനിഷ് ചെയ്യാത്ത അവസ്ഥയ്ക്ക് 8ഉം 12ഉം പുസ്തകം ഔട്ട് ഓഫ് സ്റ്റോക്കുള്ള സാധനം എടുത്ത് നിന്റെ കൈക്ക് വെച്ച് തന്നിട്ട് ഈ 12 ബുക്ക് കൊണ്ട് നീ 30 ദിവസം എന്ത് ചെയ്യും? ഒരു ദിവസം 1 ബുക്ക് പഠിക്കാൻ പറ്റുമോ നിനക്ക് ഫുള്ള്? സോ അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ ഞാനെടുത്ത തീരുമാനം ശരിയെന്ന് പറഞ്ഞിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ ആലോചിക്കുക. പിന്നെ പാരൻസ് ട്രസ്റ്റ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിവിടെ വന്നതുപോലെ വലിയ ഡാമേജ് ഇല്ലാതെ ഈ സെക്കൻഡ് വരെ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കൊടുത്ത വാക്കുകൾ ഞങ്ങൾ നിറവേറ്റി തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇൻപുട്ട് സജഷൻസ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വല്ലതും പറയാത്തതുണ്ടെങ്കിൽ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ലോകത്ത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങളെ ഇവിടെ വിട്ടാൽ വേറെ ഒരു ടെൻഷനും ഇല്ലാന്ന്. പുതിയ അന്തരീക്ഷത്തിലേക്കും പുതിയ ഫ്രണ്ട് സർക്കിളിലേക്കും പോകുമ്പോൾ ഏത് മൈൻഡ് സെറ്റുള്ളവർ അവിടെ വരുന്നത്, ഏത് ഡിസിപ്ലിനുള്ളവർ അവിടെ വരുന്നത്, അവർ നമ്മുടെ കുട്ടിയെ കേടി വരുത്തും. ഈ 22 ദിവസം മതി നമ്മൾ സ്പോയിലായി പോകാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആ ഒരു ഡിസാസ്റ്റർ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി പുറത്ത് പോകുന്ന പാരൻസ് ആണെങ്കിലും നിങ്ങൾ ഡെയിലി ഇൻവിജിലേറ്റ് ചെയ്യണം. അവിടുത്തെ കുട്ടി മോശം എന്നുള്ളതല്ല, ഈ 40 ദിവസം വരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പോർട്ടൻ്റാണ്. കുട്ടികൾ മോശക്കാരൊന്നല്ല, പക്ഷേ ഈ തമാശകളിൽ പെട്ടെന്ന് പെട്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മാറുന്നതോ അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിന് കിട്ടുന്ന വലിയൊരു സർക്കിളിലേക്ക് മാറുന്ന സമയത്ത് കുട്ടിയിലുണ്ടാവുന്ന ട്രാൻസിഷൻ നമ്മുടെ പഠനത്തെ ബാധിക്കാതെ നോക്കണമെന്ന് മാത്രം. നമ്മുടെ കുട്ടികൾ മോശക്കാരൊന്നല്ല. 2 വർഷം കൊണ്ട് നമ്മൾ കുട്ടികളെ അടിപൊളിയാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തറിയുമെന്ന്. നിങ്ങൾക്ക് +1 +2 പഠിപ്പിച്ച ക്വസ്റ്റ്യനും നിങ്ങളുടെ കോൺസെപ്റ്റും നല്ലവണ്ണം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്രാഷിൻ്റെ ടോപ്പിക്ക്. ഇതെല്ലാം പഠിച്ച കുട്ടിക്ക് ഇനി എന്തൊക്കെയാണ് ഗ്യാപ്പ് എന്നുള്ളത് ബ്രിഡ്ജ് ചെയ്യത്തക്ക വിധത്തിലായിരിക്കും നമ്മുടെ ക്രാഷ് മെറ്റീരിയൽ. നമ്മൾ വെറുതെ ലോഡ് ചെയ്യില്ല. വേണ്ട പുസ്തകവും വേണ്ട ക്വസ്റ്റ്യനും മാത്രമേ നമ്മൾ തരുള്ളൂ. പിന്നെ നമ്മൾ 15-ൽ കൂടുതൽ വർഷമായി ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എൻ്റെ ഫസ്റ്റത്തെ +2 ബാച്ചല്ല. എനിക്ക് ഇഷ്ടം പോലെ 15 വർഷത്തിൽ കൂടുതലായി ഞാൻ ഇവിടേക്ക് തന്നെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 30 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ നിങ്ങളെ ഞാൻ എന്ത് എന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി. പിന്നെയും ചിലവർ ചോദിക്കുന്നത് എൻട്രൻസ് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് കമ്മ്യൂണിറ്റി. ഇനി ക്രാഷ് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഉള്ള പ്രിവിലേജ്, ഒരു പുതിയ കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് എൻട്രൻസ് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ്. അതായത് ഈ എൻട്രൻസ് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഡെയിലി ടെസ്റ്റ് അയച്ചു തരും. നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഈസി നോട്ട്സ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് അയച്ചു തന്ന് നിങ്ങളെ വൈബിൽ നിർത്തും. ഈ എൻട്രൻസ് ക്രാഷിന് KBSൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷേ നമ്മുടെ സൺഡേ ബാച്ചിലോ ഹോളിഡേ ബാച്ചിലോ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഈ സാധനം നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും. നിങ്ങളെ പെരുവഴി വരും. നിങ്ങൾ പ്രീമിയാണ്. നിങ്ങൾ തെറ്റില്ല. എൻട്രൻസ് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് കമ്മ്യൂണിറ്റി. ഇത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പോഴല്ലേ അറിയുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ശരിക്കും വരേണ്ടത് ആരാണ്? ആ കമ്മ്യൂണിറ്റിൻ്റെ ഇത് സാറേ ഞാൻ അത്യാവശ്യം തന്നെ പഠിക്കും, ഫുൾ A+ ആണ്, എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസും ഉണ്ട്, എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ ഫോട്ടോസ് അല്ലേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരേണ്ടത്. എങ്ങനെയാണ് നിങ്ങളെ പെരുവഴിയിൽ വിടുക? ഇത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും? ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും, നിങ്ങൾ ചെയ്യേണ്ടത് ഉറപ്പ് വരുത്തും, പിറകെ നടന്ന് ചെയ്യിപ്പിക്കും. ക്രാഷ് കോഴ്സ് കിട്ടില്ല. പിന്നെയും ചോദിക്കണേ സാറേ എനിക്ക് ഒന്നും അറിയില്ല സാർ, എൻട്രൻസ് എന്താണെന്നേ അറിയില്ല സാറേ, എൻട്രൻസ് എന്താണെന്നേ അറിയാത്ത എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ട് എന്താ സാർ കാര്യം? ക്രാഷ് കോഴ്സ് നമുക്ക് ക്രാഷ് കോഴ്സിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ക്രാഷ് കോഴ്സ് നമ്മുടെ സൺഡേ എൻട്രൻസ് എടുത്ത പോലെ ഡീപ്പ് കണ്ടന്റിലേക്ക് പോയിട്ട് നോളജ് സാച്ചുറേറ്റഡ് അല്ല നമ്മുടെ എയിം. ഓരോ ചാപ്റ്ററിനും ചോദിക്കാൻ സാധ്യതയുള്ള ശ്രീജിത്ത് സാറ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം ബോർഡ് എക്സാം സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്താണ് ഓർഗാനിക്കിലേക്ക് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എൻട്രൻസ് ക്ലാസ്സിൽ ചെയ്യുക. അതുകൊണ്ടാണ് ഈ 30-40 ദിവസം കൊണ്ട് തന്നെ മൊത്തം ആളുകൾ എൻട്രൻസിൽ കയറി പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് മാത്രമേ എൻട്രൻസ് ക്രാഷിൽ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വലിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഒരു ബോഡി ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, മാസ് 5 kg, നോക്കി കുറേ സംഭവങ്ങൾ തന്നെ നോക്കിയേ. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇത്. മാസ് 50 kg അല്ലേ, അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന റേഡിയസ്. ഒരു ഡിസ്ക് ഉണ്ട്, ഡിസ്കിൻ്റെ മാസ്, സർക്കുലർ ഡിസ്കിൻ്റെ മാസ് 50 കിലോഗ്രാം, റേഡിയസ് 0.4 മീറ്റർ, ആംഗുലാർ വെലോസിറ്റി 10 radian/second. അതേപോലെ അതിനകത്തേക്ക് വേറെ 2 ഡിസ്കുകൾ വെക്കുകയാണ്, ഓരോന്നിനും 6.25 കിലോ, അതുപോലെ 0.2 മീറ്റർ റേഡിയസ്, പകുതി റേഡിയസ് ഉള്ള 2 ഡിസ്കുകൾ വെക്കുകയാണ്. പിന്നെന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ദേ ആർ ടച്ചിങ് ഈച്ച് അതർ അലോങ് ദ ആക്സിസ് ഓഫ് ദ ഡിസ്ക് ആൻഡ് ആർ. ഇതാണ് നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും ഫോർമുല വെച്ച് ചെയ്യാൻ അത്യാവശ്യം ഒത്തിരി സമയമെടുക്കും. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എത്രയേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയൊരു ഡിസ്ക് ഉണ്ട്, ഈ ഡിസ്കിൻ്റെ റേഡിയസ് 0.4 മീറ്ററാണ് റേഡിയസ്. ഈ ഡിസ്കിനകത്തേക്ക് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ല എന്നെ കൊണ്ട് പറ്റുമോയെന്ന് ചിലവർ എന്നോട് ചോദിച്ചു ക്രാഷ്, അത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഡിസ്കിനകത്തേക്ക് 2 കുട്ടി ഡിസ്കുകൾ വെക്കുകയാണ്. ഇതിൻ്റെ റേഡിയസ് 0.2 മീറ്ററാണ്. ഇതിൻ്റെ റേഡിയസ് 0.2 മീറ്റർ, അതായത് ഈ 2 ഡിസ്കും ഫുൾ നിറഞ്ഞ് നിൽക്കണ പോലെ. അവർ പറയുന്നത് ഈ വലിയ ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്, മറ്റേ 10 റേഡിയൻ പെർ സെക്കൻഡ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി 10 റേഡിയൻ പെർ സെക്കൻഡ് അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. 10 റേഡിയൻ ആംഗുലർ വെലോസിറ്റി 10 റേഡിയൻ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. നോക്കി, വലിയ ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്പീഡ് 10 റേഡിയൻ പെർ സെക്കൻഡ്. അതിനകത്തേക്ക് 2 കുട്ടി ഡിസ്കുകൾ വെക്കുകയാണ്. അവരുടെ റേഡിയസ് 0.2 മീറ്റർ ആണ്. അവരും ഇതിൻ്റെ മേലെ ഈ കറങ്ങുന്ന ബ്ലാക്ക് ഡിസ്കിൻ്റെ മുകളിലേക്ക് ഈ 2 വൈറ്റ് ഡിസ്ക് വെച്ചപ്പോൾ ഇതിൻ്റെ പുതിയ വെലോസിറ്റി എന്തായിരിക്കും? ആ വലിയ ഡിസ്കിൻ്റെ ഇപ്പോഴത്തെ ആ ചെറിയ കുട്ടി ഡിസ്കുകൾ വെച്ച ശേഷം എന്തായിരിക്കും വെലോസിറ്റി എന്നാണ് ചോദ്യം. ഫോർമുലയൊക്കെ ഇട്ട് വരണമെങ്കിൽ നമുക്കൊരു 12 മിനിറ്റ് എങ്കിലും ആവും. ഈസി ലോജിക്ക്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസ്കിൻ്റെ മുകളിലേക്ക് 2 കുട്ടി ഡിസ്കുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറയേ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം. അപ്പോൾ സ്പീഡ് കുറയുക പറയുമ്പോൾ ആദ്യത്തെ സ്പീഡ് എത്രയായിരുന്നു? 10 ആദ്യത്തെ സ്പീഡ്. ഇവിടെ നോക്കിയേ, 10 അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ്. നോക്കിയേ, അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് എന്തായിരുന്നു? 10 അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ്. ഇതായിരുന്നു ഇനിഷ്യൽ സ്പീഡ്. അപ്പോൾ ഈ 10 കുറയും, സ്പീഡ് കുറയും. ഇവിടെ 11 തന്നിരിക്കുന്നത് ഒരിക്കലും വരെ, ഇത് പഴയ സ്പീഡാണ്, 12 പഴയ സ്പീഡാണ്. അപ്പോൾ 10 സ്പീഡ് കുറയുമെന്ന് പറയുമ്പോൾ ഏത് മാത്രം മതി? 8 റേഡിയൻ പെർ സെക്കൻഡ്. ഫോർമുലയും വേണ്ട, ഒന്നും വേണ്ട, കോമൺ സെൻസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു 500ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാക്കും. ഇതിന്നൊരു 50 വന്നാൽ തന്നെ നമ്മൾ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് ആരെ കൊണ്ട് വേണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ്. ഇത് കണ്ട ഒരു ചോദ്യം, ഒരു കരടി വീഴാണ്, 100 മീറ്റർ ഹൈറ്റാണ്, ഗ്രൗണ്ടിലേക്ക് 4.5 സെക്കൻഡിലെത്തി. ആ കരടിയുടെ കളർ എന്ത് എന്നുള്ളത് ജയിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ പണ്ട് ചോദിച്ചിരിക്കുന്ന വളരെ ഫേമസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ സാറേ, ഹൈറ്റും കരടി വീഴുന്നതും നമ്മൾ എന്താ സാറേ ബന്ധം എന്ന് ചോദിച്ചാൽ ഇതിലൊരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. എന്താണ് ഇക്വേഷൻ? ജി, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി കാണാനുള്ള ഫോർമുല 2h/t² ആണ്. ഇവിടെ ഹൈറ്റ് നമുക്ക് എന്താ തന്നിരിക്കണേ? നോക്കിയേ, ഹൈറ്റ് 100 ആണ്. ടൈം എത്ര തന്നിരിക്കണേ? 4.51². ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 9.82 കിട്ടും ഗ്രാവിറ്റി. നമുക്കറിയാം ഇക്വറ്റോറിയൽ റീജിയനുണ്ട്, പോളാർ റീജിയനുണ്ട്. പോളാർ റീജിയനിൽ ഗ്രാവിറ്റി എത്രയാണ്? ഓൾമോസ്റ്റ് 9.8 കൂടുതൽ റേഞ്ചിലായിരിക്കും. ഇക്വറ്റോറിയൽ റീജിയനിൽ ബിറ്റ്വീൻ 9.7 ആൻഡ് 9.8 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാവിറ്റി 9.82 റേഞ്ചിലായതുകൊണ്ട്, 9.82 റീജിയനിലായതുകൊണ്ട് അത് പോളാർ റീജിയനാണ്. പോളാർ കരടികൾ എന്താ കളറ്? പോളാർ കരടികളുടെ കളർ നമുക്കറിയാം, വെള്ള. ഇറ്റ് ഈസ് വൈറ്റ്. സി, ഇങ്ങനെ നമുക്ക് കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിസ്റ്റുകളായതുകൊണ്ട് ക്രാഷിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? ക്രാഷ് കോഴ്സ്. പിന്നെ ദിവസവും എൻ്റെ മെൻറ്ററിങ് ഉണ്ടാവും. കാരണം ഈ 30 ദിവസം നമ്മുടെ എല്ലാവർക്കും 30 ദിവസം എൻ്റെ മെൻറ്ററിങ് ഉണ്ടാവും. ഒപ്പം ക്രാഷ് വേണ്ട, ഞാൻ ഫുൾ സെറ്റാണ്, ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, സെൻറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ബോർഡ് എക്സാം സ്ട്രോങ് ആണ്, എനിക്ക് കോൺഫിഡൻ്റ് ആണ്, പ്രാക്ടീസിംഗ് ആണ് വേണ്ടെങ്കിൽ അവരെ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യും. കാരണം നിങ്ങൾ നിങ്ങളുടെ റാങ്കുകളാണ്, ടോപ്പേഴ്സാണ്, വിടുന്നില്ല. നിങ്ങളെ എക്സാം ബൂസ്റ്റർ, അതായത് എൻട്രൻസ് എക്സാം ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ ആഡ് ചെയ്യും, വിളിച്ച് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, എന്തെങ്കിലും സാധ്യതയുണ്ട്, നിങ്ങളിതിൽ ഏത് റേഞ്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് എൻറോൾ ചെയ്തോ ക്രാഷ് കോഴ്സിൽ. ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല, പെട്ടെന്ന് തീരുമാനം എടുത്തോ. ഒരു കാര്യം കൂടി ഉണ്ട്, നാളെ, ഇന്നിപ്പോൾ സമയം 6, നാളെ വൈകുന്നേരം 6 മണിക്ക് മുന്നേ അഡ്മിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ത്രൂ ഫോൺ നിങ്ങൾ അഡ്വാൻസ് പേ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ ലോയാലിറ്റി ബെനിഫിറ്റ് കിട്ടും. സാർ അപ്പോഴേ പറഞ്ഞ പോലെയുള്ള KBS സ്റ്റുഡൻസ്. കാരണം എനിക്ക് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ചടങ്ങായിട്ട് നടത്തില്ല, ക്ലാസ്സുകളാണ് നന്നായിട്ട് നടത്തുക. മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഔപചാരിക ചടങ്ങാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരു ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ലോയൽറ്റി ബെനിഫിറ്റ് മിസ് ചെയ്യണമെങ്കിൽ ഇന്ന് ചൊവ്വ, നാളെ ബുധൻ 7 മണിക്ക് മുമ്പ്, രാത്രി 7 മണിക്ക് മുമ്പ് നിങ്ങൾ വേഗം അഡ്മിഷൻ എടുത്തോ, നിങ്ങളുടെ ക്രാഷ് ഷീറ്റ് ഉറപ്പിച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസ് ബൂസ്റ്റർ ബാച്ചിൽ ക്രാഷ് എടുക്കാത്തവർക്ക് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ സൊല്യൂഷൻ അയക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വീട്ടിലിരുന്നിട്ട്. ക്രാഷ് തുടങ്ങുന്നത് 29-ാം തീയതിയാണ്. വളരെ ലിമിറ്റഡ് സീറ്റ് തന്നെയുള്ളൂ. നമ്മൾ ക്രാഷ് തുടങ്ങുന്നത് 29th ആണ്. ഞാനായിരിക്കും ഫസ്റ്റ് ഡേ ഉണ്ടാവുക. ഓറിയൻറ്റേഷനല്ല, അന്ന് തന്നെ ക്ലാസ്സും തുടങ്ങുന്നത് നമ്മൾ 29th നമുക്ക് രാവിലെ 9:30 മണി തൊട്ട് 4 മണി വരെ ആയിരിക്കും ക്ലാസ്. അതിനുശേഷം എല്ലാ ദിവസവും രാത്രി ഓൺലൈൻ മെൻറ്ററിങ് എൻ്റെ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ക്രാഷിനല്ലാത്ത മറ്റേ എൻട്രൻസ് ബൂസ്റ്റർ ബാച്ചുകാരും ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. സാറിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നോക്കുക. നിങ്ങളെല്ലാവരും നമുക്കൊരുപോലെയാണ്. ഓൾ ദ ബെസ്റ്റ്. നല്ല തീരുമാനമെടുക്കുക. എവിടുന്ന് തുടങ്ങിയോ അതോ ഒന്നുകൂടി ഓർക്കുക.
നല്ല തീരുമാനം എടുക്കുക. വെൽക്കം ഓൺ ബോർഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഈസ് മൈ ഫൈനൽ കോൾ റിഗാർഡിംഗ് യുവർ ക്രാഷ് കോഴ്സ്. ഓൾ ദ ബെസ്റ്റ്.